സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 10 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 5, ഷോർട്ട് ലിസ്റ്റ് 3 ഉൾപ്പെടെ 8 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ്. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ, കാറ്റഗറി നമ്പർ 482/2022. ആരോഗ്യ വകുപ്പിലെ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ, കാറ്റഗറി നമ്പർ 482/2022 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട PCN ലഭിക്കാത്ത 10 ഉദ്യോഗാർത്ഥികളുടെ ഒറ്റത്തവണ പ്രമാണ പരിശോധന 13/5/2024 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ മുഖേന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തും സമയത്തും വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR ഫസ്റ്റ് C സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463225. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 554/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് 5th NCA OBC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 208/2023. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൂലി വർക്കർ മെയിൻ എക്സാമിനേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 493/2022. കൂലി വർക്കർ മെയിൻ എക്സാമിനേഷൻ ഇൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 493/2022 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 20/5/2024 തിങ്കളാഴ്ച 10:30 മുതൽ 12:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കോട്ടയം ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 721/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST, കാറ്റഗറി നമ്പർ 115/2022. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഓഫ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, കാറ്റഗറി നമ്പർ 663/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, കാറ്റഗറി നമ്പർ 662/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഓഫ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളി, കാറ്റഗറി നമ്പർ 661/2022. ഇതും ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 660/2022. പരീക്ഷാ കേന്ദ്ര മാറ്റം അറിയിപ്പ്. 14/5/2024 ട്യൂസ്ഡേ 10:30 മുതൽ 12:30 വരെ നടത്തുന്ന കാവടി ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ് മെൻ ഓൺലി, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ഓൺലി, ഓഫീസ് അറ്റൻഡൻറ്റ് എക്സെട്ര, കാറ്റഗറി നമ്പർ 101/2023
448/2023, 451/2023, 481/2023 എന്നീ പരീക്ഷകൾക്ക് മലപ്പുറം ജില്ലയിൽ ചുവടെ പറയുന്ന വിധം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. മലപ്പുറം പഴയ പരീക്ഷാ കേന്ദ്രം GHSS മക്കാരപ്പറമ്പ, HSS സെക്ഷൻ മലപ്പുറം. പുതിയ പരീക്ഷാ കേന്ദ്രം GHSS കാരക്കുന്ന് മലപ്പുറം. ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ 10,36,975 മുതൽ 10,37,274 വരെ. ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും കേരള സിറാമിക്സ് ലിമിറ്റഡിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ. ഹെഡ് ഓഫീസിൽ നിന്നും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ. ഹെഡ് ഓഫീസിൽ നിന്നും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ. കണ്ണൂർ ജില്ലയിലേക്ക് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്ക് കാർപ്പൻ്ററി ഇൻസ്ട്രക്ടർ. തൃശ്ശൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ. ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് കമ്പനി കോർപ്പറേഷൻസ് ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് അക്കൗണ്ട്സ് ക്ലർക്ക്, അക്കൗണ്ടൻറ്റ് ഗ്രേഡ് സെക്കൻഡ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്. കാറ്റഗറി നമ്പർ 611/2021. ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് സ്റ്റോർ കീപ്പർ. ഹെഡ് ഓഫീസിൽ നിന്നും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ICDS സൂപ്പർവൈസർ ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ്. ഹെഡ് ഓഫീസിൽ നിന്നും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് സീനിയർ NCA PH ഓർത്തോ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.